நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. നാഥന്റെ പാദം വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ പുതിയ ഒരധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തിരുപ്പൂവല്ലി എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. അതായത് തന്നിലുള്ള മായാവിഷം മുഴുവൻ മാറ്റാൻ വേണ്ടി ശിവഭഗവാന് വേണ്ടി അർപ്പിക്കുന്ന പ്രാർത്ഥനാ ഗീതിയാണ് ഈ പൂവല്ലിപ്പാട്ട്. തമിഴിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാടൻ ഗാനശാഖയാണ്, ഒരു ഫോക്ക് സോങ് ആണ് പൂവല്ലിപ്പാട്ടുകൾ. പൂ പറിക്കുമ്പോൾ സ്ത്രീകൾ പാടുന്ന പാട്ടാണ് ഈ പൂവല്ലിപ്പാട്ടുകൾ. പൂവല്ലിപ്പാട്ടുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ശിവസ്തുതി തന്നെയാണ്, അല്ലെങ്കിൽ ഈശ്വരസ്തുതി തന്നെയാണ്. അതായത് ഈശ്വര പൂജയ്ക്ക് വേണ്ടി പൂ പറിക്കുമ്പോൾ സ്ത്രീകൾ ഈശ്വരനാമങ്ങൾ കീർത്തിച്ച് ഈശ്വരൻ്റെ മഹത്വം പാടിപ്പോയിട്ടുന്ന സ്തുതിഗീതങ്ങളാണ് ഈ പൂവല്ലിപ്പാട്ടുകൾ. തമിഴ് സാഹിത്യത്തിൽ, പ്രത്യേകിച്ചും ഫോക്ക് സോങ് വിഭാഗത്തിൽ, തമിഴിലെ നാടൻ ഗാനശാഖയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് പൂവല്ലിപ്പാട്ടുകൾ. ഇത് മലയാളത്തിൽ നമുക്ക് കാണാം. അത് ഓണത്തിനോടനുബന്ധിച്ച് ഓണപ്പാട്ടുകളിലാണ് ഈ പൂപ്പാട്ടുകൾ അധികം കാണുന്നത്. അതായത് കുട്ടികൾ പൂ പറിക്കാൻ വേണ്ടി കൂട്ടമായി സഞ്ചരിക്കുമ്പോൾ പാടുന്ന പാട്ടുകളാണ് ഈ പൂവല്ലിപ്പാട്ടുകൾ. പൂപ്പാട്ടുകൾ എന്ന് പറയുന്ന ആ കുട്ടികളുടെ ഗാനശാഖയാണ്. നാടൻ പാട്ടിൽപ്പെട്ട, പ്രത്യേകിച്ചും ഓണപ്പാട്ടുകളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു ഫോക്ക് സോങ് ആണ് ഈ പൂവല്ലിപ്പാട്ടുകൾ. മലയാളത്തിൽ കുട്ടികൾ പൂ പറിക്കാൻ വേണ്ടി ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ സന്തോഷാധിക്യത്താൽ അവർ അനേകം പൂക്കളുടെ പേരുകളെല്ലാം പറഞ്ഞുകൊണ്ട്, പൂക്കളെ പുകഴ്ത്തിക്കൊണ്ട്, അതുപോലെ പൂമ്പാറ്റകളെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട്, തേനുണ്ണാൻ വരുന്ന, പൂവിൽ നിന്ന് തേനുണ്ണാൻ വരുന്ന പൂമ്പാറ്റകളെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് അവർ പാട്ട് പാടി രസിച്ചാണ് പൂക്കൾ ഓണത്തിന് വേണ്ടി പറയുന്നത്. അങ്ങനെയുള്ള ഓണപ്പാട്ടുകൾ മലയാളത്തിലും സുലഭമാണ്. നമ്മുടെ ബാലസാഹിത്യ ശാഖയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പൂപറിക്കൽ പാട്ടുകൾ. അപ്പോൾ തമിഴ്നാട്ടിലും അതേപോലെ അതിൻ്റെ ഭാഗമായ, ഒരു കാലത്ത് അതിൻ്റെ ഭാഗമായ കേരളത്തിലും ഈ പാട്ടുകളെല്ലാം തന്നെ വളരെ പ്രചാരം നേടുകയും നമ്മുടെ നാടൻ ഗാനശാഖയെ സമ്പന്നമാക്കുകയും ചെയ്ത ഒരു ചരിത്രം ഈ പൂവല്ലി പാട്ടുകൾക്കും അതേപോലെ തന്നെ കുട്ടികളുടെ ഈ ഓണപ്പാട്ടുകൾക്കും എല്ലാം തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള പൂവല്ലി പാട്ടുകളുടെ രൂപത്തിൽ, അതായത് ഈ ഫോക്ക് സോങ്ങിൻ്റെ രൂപത്തിലാണ് ഈ ഗാനങ്ങൾ നിബന്ധിച്ചിരിക്കുന്നത്. നമുക്ക് ആ മായാവിഷം മാറ്റുന്ന ആ പാട്ടുകളിലേക്ക് കിടക്കാം. ഇത് തില്ലയിൽ വെച്ച്, അതായത് ചിദംബരം ക്ഷേത്രത്തിൽ വച്ചിട്ടാണ് മാണിക്യവാചകൻ രചിച്ചത്. അതിലെ ആദ്യത്തെ പാട്ട് നമുക്ക് നോക്കാം. തന്നരുൾ പാദം എന്മേൽ ഈശ്വരൻ പതിപ്പിച്ചപ്പോൾ എൻ ഇന്ദ്രിയങ്ങളെല്ലാം എന്നെ വിട്ടൊഴിഞ്ഞായി, ദുഃഖാബ്ധിയിൽ തുരത്താം ചിത്താംബരത്തിലാടി നിൽപ്പോരിവനെ പാടി പൂവല്ലി അർപ്പിടാം. അപ്പോൾ ശിവനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പൂവല്ലി, പൂക്കൾ, ആമ്പൽ പൂക്കൾ പോലെയുള്ള ആ പൂക്കൾ അറുത്ത് ശിവന് സമർപ്പിക്കാം എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള ശിവനാണെന്ന് നോക്കൂ. തന്നരുൾ പാദം എന്മേൽ ഈശ്വരൻ പതിപ്പിച്ചപ്പോൾ
ഇന്ദ്രിയങ്ങളെല്ലാം എന്നെ വിട്ടൊഴിഞ്ഞു. എൻ്റെ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളും എന്നെ വിട്ടൊഴിഞ്ഞു. എപ്പോൾ? തന്നരുൾപാദം എന്മേൽ ഈശൻ പതിച്ചപ്പോൾ. അരുളാകുന്ന ശിവൻ്റെ അനുഗ്രഹമാകുന്ന പാദങ്ങൾ എൻ്റെ നെറ്റിയിൽ, എൻ്റെ ഭ്രൂമധ്യത്തിൽ പതിച്ചപ്പോൾ എന്നിലുള്ള പഞ്ചേന്ദ്രിയങ്ങളെല്ലാം എന്നെ വിട്ടൊഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്, ശക്തിപാദത്തെ പറ്റി നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ശിവൻ തൻ്റെ കാൽപാദങ്ങൾ മാണിക്യവാചകന്റെ ഭ്രൂമധ്യത്തിൽ സ്പർശിക്കുകയും അങ്ങനെ ശക്തിപാദം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ അരുളാകുന്ന ശിവൻ്റെ അനുഗ്രഹമാകുന്ന ആ പൊൻപാദങ്ങൾ മാണിക്യവാചകരുടെ ഭ്രൂമധ്യത്തിൽ സ്പർശിച്ചപ്പോൾ അദ്ദേഹത്തിലുള്ള എല്ലാ ഇന്ദ്രിയ ഭാവങ്ങളും, പഞ്ചേന്ദ്രിയങ്ങളുടെ ഭാവങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞുപോയി, വിട്ടൊഴിഞ്ഞു പോയി എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ മാണിക്യവാചകരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടിട്ടാണ് ഈ പാട്ട് പാടുന്നത്. ശിവഭഗവാന്റെ അരുളാകുന്ന പാദങ്ങൾ എൻ്റെ നെറ്റിയിൽ സ്പർശിച്ചപ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി, പഞ്ചേന്ദ്രിയങ്ങളും അതിൻ്റെ സ്വഭാവങ്ങളുമെല്ലാം എന്നെ വിട്ടുപോയി. അപ്പോൾ ഒരു സാധകൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നും മോചനം നേടുക. അഞ്ചിന്ദ്രിയങ്ങൾ, ആ പഞ്ചേന്ദ്രിയങ്ങളും അതേപോലെ മനസ്സും, ആറാമത്തെ ഇന്ദ്രിയമായ മനസ്സും എന്നെ വിട്ടൊഴിഞ്ഞു പോയി എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ ശിവസ്പർശം കൊണ്ട് മാത്രം, ശിവൻ്റെ അരുളാകുന്ന, ശിവൻ്റെ അനുഗ്രഹമാകുന്ന സ്പർശം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് മോക്ഷം ലഭിക്കുന്നു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകുന്നു. ഇതാണ് ശിവാനുഗ്രഹം. അപ്പോൾ ശിവൻ്റെ അനുഗ്രഹം കിട്ടിയ ഒരാൾ പഞ്ചേന്ദ്രിയങ്ങളുടെ അടിമയല്ല, പഞ്ചേന്ദ്രിയങ്ങളുടെ അധിപനാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ അത്രയും ശിവസേവയ്ക്ക് വേണ്ടി, ശിവകർമ്മങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയും. അതാണ് ഒരു സാധകൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത പരിണാമം എന്ന് പറയുന്നത്. സാധാരണ നാം പഞ്ചേന്ദ്രിയങ്ങളുടെ അടിമകളായി പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നാലെ, പഞ്ചേന്ദ്രിയ സുഖത്തിന് പിന്നാലെ പാഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ രുചിയുടെ പിന്നാലെ, സ്പർശത്തിൻ്റെ പിന്നാലെ, കാഴ്ചയുടെ പിന്നാലെ എല്ലാം തന്നെ പാഞ്ഞ് നാം നടക്കുകയാണ്. എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല, എത്ര കിട്ടിയാലും നമുക്ക് മതി വരില്ല, എത്ര സ്പർശിച്ചാലും നമുക്ക് മതി വരില്ല, എത്ര ആനന്ദം നുകർന്നാലും, രുചി നുകർന്നാലും നമുക്ക് വീണ്ടും വീണ്ടും ആ ആഹാരത്തിനോടുള്ള അങ്ങേയറ്റത്തെ പ്രതിപത്തി, രുചിയോടുള്ള അമിതമായ താല്പര്യം, ഇതെല്ലാം നമ്മളെ, പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളെ അടിമകളാക്കി മാറ്റുന്ന ഏറ്റവും ദയനീയമായ കാഴ്ചയാണ് നാം കാണുന്നത്. പക്ഷേ ശിവസ്പർശം കൊണ്ട്, അല്ലെങ്കിൽ ശിവൻ്റെ അരുൾ കൊണ്ട്, ശിവാനുഗ്രഹം കൊണ്ട് ഒരാൾക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കാൻ പറ്റും. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ ഒതുക്കി നിർത്തി പഞ്ചേന്ദ്രിയങ്ങൾ ആധിപത്യം നേടുന്ന ഒരവസ്ഥയിലേക്ക് ശിവാനുഗ്രഹം നമ്മെ കൊണ്ടെത്തിക്കും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ശിവഭജന നടത്തുന്നത്, അല്ലെങ്കിൽ ശിവസാധന ചെയ്യുന്നത്? ഈ ശിവയോഗാനുഷ്ഠാനത്തിലൂടെ ഒരാൾക്ക് പഞ്ചേന്ദ്രിയങ്ങളെ വിജയിക്കാൻ പറ്റുന്നു. അതേപോലെ ആറാമത്തെ ഇന്ദ്രിയമായ മനസ്സിനെയും പരിപൂർണമായി കീഴടക്കാൻ കഴിയുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് മനസ്സിനെ കീഴടക്കുക എന്നുള്ളത് കാറ്റിനെ കീഴടക്കുന്നതിനേക്കാൾ പ്രയാസമാണെന്നാണ് പറയുന്നത്. അത്രമേൽ പ്രയാസമായ മനസ്സിനെ ഇല്ലാതാക്കാനും കീഴടക്കാനും ഇവിടെ ഒരു സാധകന്, ശിവസാധകന് കഴിയുന്നു. അപ്പോൾ ശിവൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിനെ വിജയിച്ച് മനസ്സിൻ്റെ മേൽ ആധിപത്യം നേടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മനോനിഗ്രഹം ചെയ്യുക, മനസ്സിനെ ഇല്ലാതാക്കുക എന്നുള്ള ആ പരമലക്ഷ്യത്തിലേക്ക് നമുക്ക് ഈ ശിവപൂജ കൊണ്ട്, ശിവസേവ കൊണ്ട്, ശിവകർമാനുഷ്ഠാനത്തിലൂടെ കഴിയാം. അതാണ് ഈ വരികളിൽ പറയുന്നത്.
തന്നരുൾപാദം എന്മേൽ ഈശൻ പതിച്ചപ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം എന്നെ വിട്ടൊഴിഞ്ഞു. ദുഃഖാബ്ധിയിൽ തുരത്താം ചിത്താംബരത്തിലാടി നിൽപ്പോരിവനെ പാടിപ്പൂവല്ലിയർത്തിടാം. ശിവഭഗവാൻ എന്താണ് ചെയ്തത്? ചിത്താംബരത്തിലാടി നിൽക്കുന്നു. ചിതാകാശവെളിയ, എൻ്റെ മനസ്സാകുന്ന എൻ്റെ മഹാകാശവെളിയിൽ ചിത്താംബരത്തിൽ ആടി ശിവതാണ്ഡവമാടി ദുഃഖാബ്ധിയിൽ നിന്ന് എന്നെ സുഖാബ്ധിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതേവരെ ദുഃഖത്തിൻ്റെ മഹാസമുദ്രത്തിലാണ് കിടന്നിരുന്നത്. ഓരോ നിമിഷവും എനിക്ക് ദുഃഖം ദുഃഖം മാത്രമാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ സമ്മാനിച്ചിരുന്നത്. ഇപ്പോഴാകട്ടെ ചിദംബരത്തിലാടുന്ന ചിത്തമാകുന്ന ആകാശത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയമാകുന്ന ആ ചിതാകാശത്തിൽ ഇപ്പോൾ ശിവൻ നൃത്തമാടുകയാണ്. അങ്ങനെ നൃത്തമാടിയപ്പോൾ ദുഃഖമാകുന്ന മഹാകടലിൽ കിടന്ന ഞാനിപ്പോൾ സുഖമാകുന്ന, സന്തോഷമാകുന്ന, ആനന്ദമാകുന്ന മഹാകടലിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ദുഃഖാബ്ധിയിൽ നിന്ന് സുഖാബ്ധിയിലേക്ക് എനിക്ക് പ്രവേശനം ലഭിച്ചത് ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ശിവഭഗവാനെ പൂജിക്കാൻ വേണ്ടി ഞാനിതാ പൂക്കൾ പറിച്ച് ശിവനെ ആരാധിക്കുന്നു. ആമ്പൽ പൂക്കൾ പറിച്ച് ഞാനിതാ ശിവനെ ആരാധിക്കുന്നു. അപ്പോൾ പൂക്കളുടെ ആരാധന, പൂവ് എന്ന് വെച്ചാൽ എന്താണ്? മനസ്സ് തന്നെയാണ്. മനമലർ കൊയ്ത് ശിവനെ പൂജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സാകുന്ന പൂവ്, ആമ്പൽപ്പൂവ് അല്ലെങ്കിൽ താമരപ്പൂവ്, മനസ്സാകുന്ന പൂവ് പറിച്ചുകൊണ്ടാണ് ഇവിടെ ശിവപൂജ ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം മനസ്സിനെ പൂവാക്കി മാറ്റിക്കൊണ്ട് ആ മനസ്സ് ശിവങ്കൽ സമർപ്പിക്കുകയാണ്. ഇതിൽ പരം ഭാഗ്യം വേറെ വല്ലതുമുണ്ടോ? അപ്പോൾ സ്വന്തം മനസ്സിനെ ശിവമനസ്സാക്കി മാറ്റുന്ന അത്ഭുതകരമായ ഒരു പൂജാ സംവിധാനമാണ് നാം ഇവിടെ കാണുന്നത്. ഇനി അടുത്ത പാഠലിലേക്ക് നോക്കൂ. അച്ഛനായ എനിക്ക് അമ്മയായും ബന്ധുക്കളായും തീർന്ന് അന്യബന്ധമെല്ലാം തീർത്തെന്നെ രക്ഷിച്ചോനെ, ശ്രീവസിച്ചിടും മരുതൂരിൽ പ്രതിഷ്ഠ കൊള്ളും ദേവനെ നിന്നെ പാടി പൂവല്ലിയർത്തിയിടാം. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ പരസ്പര വിരുദ്ധമായ അറിവുകളെ തരുന്നതിനാലാണ് ഇന്ദ്രിയ ജ്ഞാനങ്ങളൊന്നും തന്നെ യഥാർത്ഥമല്ല എന്ന് പറയുന്നത്. അതിനാൽ അവയുടെ ഒഴിഞ്ഞു പോകൽ കൊണ്ട് മാത്രം സത്യമായ ആത്മജ്ഞാനാനുഭവം ഉണ്ടാകുന്നു. ഇന്ദ്രിയങ്ങൾ ഒഴിയുമ്പോൾ മനസ്സും ഒഴിഞ്ഞു പോകുന്നു. തത്സ്ഥാനത്ത് ജീവൻ ചിതാഭാസനായി പ്രകാശിക്കുന്നു. അതാണ് ആത്മാവിൻ്റെ ദിവ്യമായ, ശിവൻ്റെ ദിവ്യമായ പ്രകാശം. ആ പ്രകാശം എൻ്റെ ഹൃദയത്തിൽ ചിതാഭാസനായി ഇതാ ശോഭിക്കുന്നു. ജീവൻ ചിതാഭാസനായി എന്നിൽ പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. അച്ഛനായും അമ്മയായും ബന്ധുക്കളായും തീർന്ന് ബന്ധമെല്ലാം തീർത്തന്നെ രക്ഷിച്ചു. ഞാൻ ഇതേവരെ ബന്ധങ്ങളാകുന്ന ബന്ധനങ്ങളുടെ അടിമയായിരുന്നു. ബന്ധനങ്ങളിൽപ്പെട്ട് കഴിയുകയായിരുന്നു ഞാൻ. ഓരോരോ ബന്ധങ്ങൾ, ഭാര്യ, പുത്രൻ, മക്കൾ, ബന്ധുക്കൾ, അങ്ങനെ അനേകം ബന്ധങ്ങളുടെ കെട്ടുപാടുകളിൽപ്പെട്ട് ഞാൻ ബന്ധനസ്ഥനായി കഴിയുന്ന എന്നെ, അല്ലയോ ഭഗവാൻ, അങ്ങ് എന്നെ അച്ഛനും അമ്മയുമായി സ്വീകരിച്ചു. അപ്പോൾ ഇനി മുതൽ എൻ്റെ അച്ഛൻ, അല്ലയോ ഭഗവാൻ, അവിടെ നിന്നാണ്. ഇനി മുതൽ എൻ്റെ അമ്മ, അല്ലയോ ശിവപാർവതിമാരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ബന്ധുക്കളും ശിവപാർവതിമാരും കുടുംബവുമാണ്. അപ്പോൾ ശിവകുടുംബമാണ് ഇനി എൻ്റെ ശിവകുടുംബം. ഇതാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. ഇനി തൻ്റെ കുടുംബം എന്ന് പറയുന്നത് ശിവകുടുംബമാണ്. ശിവനും പാർവതീദേവിയും ഗണപതിയും അതേപോലെ തന്നെ സുബ്രഹ്മണ്യനുമാണ് ഇനി എൻ്റെ ആരാധ്യ കുടുംബമായി, ആരാധ്യ ബന്ധുക്കളായി, അച്ഛനും അമ്മയും മക്കളുമായി പരിലസിക്കുന്നത്. അപ്പോൾ ശിവകുടുംബത്തെ സ്വന്തം കുടുംബമാക്കി മാറ്റുകയാണ് മാണിക്യവാചകർ ചെയ്തത്. ഇനി തനിക്ക് മറ്റൊരു കുടുംബം വേണ്ട, ശിവകുടുംബം മാത്രം മതി എന്ന് പറഞ്ഞ് ശിവപാർവതിമാരെ അച്ഛനും അമ്മയുമായി
അവരോധിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പിന്നെ നോക്കൂ, ശ്രീവസിച്ചീടും മരുതൂരിൽ പ്രതിഷ്ഠ കൊള്ളുന്നു. തിരുമരുതൂരിലെ വസിക്കുന്ന അല്ലയോ ദേവനെ, നിന്നെ പാടി ഞാൻ പൂവല്ലി അറുക്കുന്നു. അല്ലയോ തിരുമരുതൂർ ദേവ, തിരുമരുതൂർ ദേവനായ ശിവഭഗവാനെ, അവിടുന്ന് ഞാൻ എൻ്റെ അച്ഛനും അമ്മയുമായി എന്നെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും അങ്ങ് എന്നെ സ്വന്തം മകനായി സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു പിതൃപുത്ര ബന്ധമാണ് ശിവനും മാണിക്യവാചകരും തമ്മിലുള്ളത്. പിതാവും പുത്രനും എപ്രകാരമാണോ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്, അതേപോലുള്ള മഹോന്നതമായ ഒരു പിതൃപുത്ര ബന്ധമാണ് മാണിക്യവാചകരും ശിവനും തമ്മിലുള്ളത്. അതായത് ശിവനെ തൊട്ട് അനുഭവിക്കാൻ കഴിയണം. ശിവനെ സ്വന്തം ഹൃദയത്തിൽ ആവാഹിച്ച് സ്വന്തം പിതാവായി, സ്വന്തം മാതാവായി, സ്വന്തം കുടുംബമായി കരുതി ശിവനുമായിട്ട് അലിഞ്ഞു ചേരാൻ മാണിക്യവാചകർക്ക് കഴിയുന്നു. ഇതാണ് ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അന്ത്യനിമിഷം എന്ന് പറയുന്നത്. ശിവനുമായി അലിഞ്ഞലിഞ്ഞ് ഒന്നായി അലിഞ്ഞു ചേരുന്ന അവസ്ഥ. താൻ തന്നെയാണ് ശിവൻ, ശിവൻ തന്നെയാണ് ഞാൻ എന്ന് രണ്ടും ഒന്നിച്ച് അലിഞ്ഞു ചേരുക. രണ്ട് ജീവനും ആത്മാവും ഒന്നിച്ചു ചേരുന്ന, ജീവാത്മാവും പരമാത്മാവും ഒന്നിച്ചു ചേരുന്ന ഒരു മഹനീയമായ മുഹൂർത്തമാണ് ഈ പിതൃപുത്ര ബന്ധത്തിലൂടെ നാം കാണുന്നത്. അതേപോലെ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം. അമ്മയാണ് സ്നേഹത്തിൻ്റെ മഹാ ഇതിഹാസം. ആ സ്നേഹസാഗരം മുഴുവനും മാണിക്യവാചകരിലേക്ക്, ഭക്തനിലേക്ക് ഒഴുകിയെത്തുന്നൊരവസ്ഥ. അപ്പോൾ മഹാസ്നേഹത്തിൻ്റെ, മാതൃസ്നേഹത്തിൻ്റെ മഹനീയത മുഴുവൻ ഉൾക്കൊള്ളാൻ മാണിക്യവാചകർക്ക് കഴിയുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു മഹാസാഗരമായി മാറാൻ ഇവിടെ മാണിക്യവാചകർക്ക് കഴിയുന്നു. അപ്പോൾ തിരുവാചകത്തിൽ നാം നുകരുന്നത് മുഴുവനും ഈ മഹാസ്നേഹമാണ്. ഒരു പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വം മുഴുവനും, ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ എപ്രകാരമാണോ ഹൃദയത്തിൻ്റെ ഹൃദയമായി സ്നേഹിക്കുന്നത്, ആ സ്നേഹത്തിൻ്റെ മഹാധാര മുഴുവനും ഇവിടെ അനുവാചകനിലേക്ക് കൂടി ഒഴുകിയെത്തുകയാണ്. ഇത് വായിക്കുന്ന നമ്മിലേക്ക് ഒരമ്മയുടെ മാതൃസ്നേഹം മുഴുവനും ഒഴുകിയെത്തുന്നു. ആ മഹാസ്നേഹത്തെ നാം ആറാടിത്തിമർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, തിരുവാചകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ഈ മാതൃസ്നേഹത്തിൻ്റെ മഹത്വം കൊണ്ട്, മാതൃസ്നേഹത്തിൻ്റെ മഹിമ കൊണ്ട് വളരെ വലുതായി, ഹിമാലയത്തേക്കാൾ വലിയൊരു പർവ്വതമായി ഈ മാതൃസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വികസിക്കുന്ന കാഴ്ച നാം കാണുന്നു. അപ്പോൾ ശരിക്കും തിരുവാചകം നാം പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ എല്ലാം തന്നെ ഈ മഹാമാതൃസ്നേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ ഉത്തുംഗ സോപാനത്തിലേക്കാണ് നാം കയറുന്നത്. സ്നേഹം ശിവൻ തന്നെയാകുന്നു എന്ന അൻപേ ശിവം എന്ന അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുന്നു. ഈ സ്നേഹത്തിൻ്റെ മഹാകാവ്യം പഠിക്കാൻ പറ്റുക, ഈ സ്നേഹത്തിൻ്റെ മഹാകാവ്യം കേൾക്കാൻ പറ്റുക, ഇതിൽ പരം ഭാഗ്യം പിന്നെ എന്താണുള്ളത്? അപ്പോൾ ശിവപൂജ എന്ന് വെച്ചാൽ തിരുവാചക പഠനമാണ്. തിരുവാചക പഠനത്തിലൂടെ ഒരു സാധകനും ശിവനും ഒന്നായി അലിഞ്ഞു ചേരുന്നു. ഈ ദിവ്യമായ മുഹൂർത്തത്തിൽ നാം ശിവനായി തന്നെ മാറുന്നു. ശിവോഹം ശിവോഹം ശിവോഹം. ഓം ശിവായ നമഃ.